ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയുള്ള പാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുമ്പോ അങ്ങനെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അത് ഓർമ്മ വരുന്നില്ല. എത്ര ഗാനങ്ങൾ, എത്ര മനോഹരമായ ഗാനങ്ങൾ. മരിച്ച് ഖബറക്കണ കൊണ്ടുപോണ സമയത്ത് വിശദീകരിക്കുന്ന പാട്ടുണ്ട്. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും കേറ്റി കൂട്ടിച്ചുമാലതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി അവസാനമുണ്ടൊരു യാത്ര, ഒരു മടക്കവുമില്ലാത്ത യാത്ര. ഇതും പാട്ടാ, പക്ഷെ രസം തരും. ഇത് പാടിയ എരഞ്ഞോളി മൂസനെ കുറച്ച് കഴിഞ്ഞപ്പോ കാണല്ല, നോക്കുമ്പോ ഫുൾ ഫിറ്റ് ആയിട്ടുണ്ട് റോട്ട് കിടക്കണം. വൈരുദ്ധ്യം എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് സഹോദരിമാരെ, വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാ. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന വേഷവിധാനങ്ങളോ വസ്ത്രധാരണങ്ങളോ രൂപങ്ങളോ എന്തിനു വരെ എന്നറിയോ നിങ്ങള്? ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അൽ കബായിറിൽ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് 97-ാമത്തെ പേജിൽ പറയുന്നതാണ്, ഇങ്ങനെ സ്ത്രീകളിലെ ശപിക്കപ്പെടുന്ന കർമ്മങ്ങളിൽപ്പെട്ടതാണ് സ്ത്രീകളുടെ സൗന്ദര്യവും സ്വർണവും മുത്തും അഥവാ ആഭരണങ്ങളും വസ്ത്രങ്ങളും അവരുടെ പർദ്ദയെ പുറത്ത് കാണിക്കുന്നത്. ആഭരണങ്ങൾ പർദ്ദയുടെ പുറത്തേക്ക് വരാൻ പാടില്ല. ഉള്ളിലെ വസ്ത്രം പുറത്തേക്ക് വരാൻ പാടില്ല. ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം ഓളെ ചുരിദാറിന്റെ ബാക്കി പർദ്ദന്റെ പുറത്ത്. കയ്യമ്മ ഇങ്ങനെ തൂങ്ങിയ ബസ്സിൽ ഇങ്ങനെ തൂങ്ങുമ്പോഴാണ് പുട്ടുമുറ്റിമാർ ഒന്നിച്ച് താഴ്ത്തിക്കാണ് വള മുയ്യുണ്ടോ, അല്ലെങ്കിലോ ഓളെ ഉള്ളിലെ വേഷം ഉണ്ടാവും. ചോപ്പും മഞ്ഞയും കറുപ്പും നീലിയും പച്ചയും എല്ലാം. ഇനിയോ മിസ്ക് സെന്റ് പോലുള്ള സുഗന്ധം പുറത്തു പോകുമ്പോ പൂശുന്നതും ശപിക്കപ്പെട്ടതാ. അതുപോലെ കറുപ്പല്ലാത്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങളും ചെരുപ്പുകളും പുറത്തു പോകുമ്പോൾ ധരിക്കുന്നതും പാടില്ല. അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്ന കറുപ്പല്ലാത്ത വസ്ത്രങ്ങളോ ചെരുപ്പുകളോ പെണ്ണേരി പുറത്തു പോകുമ്പോ വസ്ത്രമായി ധരിക്കല്ലേ, ചെരുപ്പായി ധരിക്കല്ലേ. കറുത്ത വസ്ത്രം, അപ്പൊ ചോന്ന ചുരിദാറ്, പച്ച ചുരിദാറ് ഇങ്ങനെ നോക്കണം മഞ്ഞച്ചിട്ട്. ഇതാരാ ആയിഷുവിന്റെ മോള് പാത്തമ്മ തന്നെയാണോ അതോ ചാത്തൂന്റെ മോള് രഹൻ തന്നെയാണോ? അജാതി നമ്മളെ പെണ്ണുങ്ങൾ തന്നെയാണോ തോന്നിപ്പോ. ചിലപ്പോ മഞ്ഞച്ചിങ്ങനെ വരേണ്ട ഒരു സാധനം. ചിലപ്പോൾ പച്ച, ഇറുകിയതും ഇടുങ്ങിയതും ലോലമായതും മൃദുലമായതും വടിവ് പ്രകടമായതും അല്ലെ കീറിയതും. പണ്ട് തമാശക്ക് ഞാൻ സാധാരണ പറയലുണ്ട്, ഈ പണ്ട് ഒരു വസ്ത്രം ഇറങ്ങി ഇപ്പോഴത്തെ കാലത്ത് പട്ടിയാല കേട്ടോ നിങ്ങൾ? പട്ടിയാല അല്ല, ഓല് കേട്ടോ പട്ടിയാല. ഇപ്പൊ പട്ടിയാല മാറി ഇറാനി, ഇറാഖി, അഫ്ഗാനി, ജോർദാനി, ഇറ്റാലി, ഫ്രാൻസ്, ജർമ്മനി, ഓരോ രാഷ്ട്രത്തിന്റെ പേരില. ഈ അടുത്ത കാലത്ത് ഒരു വസ്ത്രം ഇറങ്ങിയോ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് വിൽക്കപ്പെടും. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് കുഞ്ഞാടല്ല, അത് മുട്ടനാടാണ്. സാധാരണ വേഷത സഹോദരങ്ങൾ തോന്നുന്നു ചിലപ്പോൾ ഓൽക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. ഇത് വാങ്ങിച്ചു കൊടുക്കണം നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടോണം. പക്ഷെ ഇത് ദീനിന്റെ വിഷയമായതുകൊണ്ട് തുറന്നു പറയാം. ആ വസ്ത്രത്തിലൊന്ന പാട്ടിയാൽ അതിന്റെ രസമുണ്ട്. തമാശയിൽ ഒരു കഥ വരലുണ്ട്. ഒരിക്കലും പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പൊ ഇറങ്ങിയപ്പോ പണ്ട് ചുരിദാറിനായിരുന്നു കുറച്ചൊക്കെ ഒരു മാന്യത ഉണ്ടായിരുന്നു. മുട്ടുവരെ നമ്മള് ആണുങ്ങൾ ജുബ്ബ കൂർത്തരിച്ച മാതിരി മുട്ടുവരെ, അതിന്റെ താഴേക്ക് അത് ഇറുകിയിട്ടില്ല, കുറച്ച് ലൂസ് ആയിട്ടുള്ള നല്ലൊരു വേഷമായിരുന്നു. പർദ്ദ കാര്യമായിട്ട് വരാത്ത കാലത്ത് പാകിസ്ഥാനിയുടെ വേഷം. ശരിക്കും വലിയ വല്യമാര് പാകിസ്ഥാനിൽ ഞാൻ കണ്ടില്ലേ, ഹറമിൽ തവാഫ് ചെയ്യുമ്പോൾ വല്യമാര് 70-75 വയസ്സുള്ള വല്യമാര് വരെ ഇതിട്ടിട്ട് ഒന്നും തോന്നൂല, നമുക്ക് നിഷ്കളങ്കമായ വേഷം. അങ്ങനത്തെ ഒരു വേഷത്തിന് പെട്ടെന്ന് ചാട്ടം ശൈത്താൻ ഇങ്ങനെ മനസ്സിലായി, ഓ ഈ പോക്ക് പോയ മുസ്ലിങ്ങളൊക്കെ സ്വർഗത്ത് പോകും. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മൂപ്പര് കയറി, വസ്ത്രത്തിൽ കയറി. മൂപ്പര് പറഞ്ഞു ശരിയല്ല, ടൈലറോട് പറഞ്ഞു ഒരു ലേശം കയറി കാണാം. അപ്പൊ ടൈലർക്ക് തോന്നി കീറിയൊക്കെ. പെണ്ണുങ്ങൾ വെച്ചോക്കുമ്പോ തിരക്കടില്ല, കീറി. അങ്ങനെ +2 പഠിക്കണ പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വലിയപ്പോ ഇങ്ങനെ കണ്ണടക്ക് വെച്ച് പത്രം വായിക്കണല്ലോ, പാപ്പാന്റെ കുട്ടിയോടൊക്കെ പാപ്പാന്റെ കുട്ടിയുടെ ഡ്രസ്സ് കീറിക്കണം വളയെന്ന് പറഞ്ഞു. അതിലോക്ക് ഷെയ്മായിട്ട് ഇപ്പൊ എവിടുന്നായിരുന്നു ഇത് കീറിയതൊന്നുമല്ല, ഞങ്ങൾ കീറിപ്പിച്ചതാ. എന്താ അറിയാം, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വല്ല നായോ പട്ടിയൊക്കെ പിന്നാലെ ഓടാൻ വേണ്ടി ഒരു ആയാസത്തിനാന്ന് പറഞ്ഞു. ഓഹോ ശരി, വലിയപ്പ അജാന ബുദ്ധിയാ. കുറച്ചാലം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോ കീറലാണ് മേലെ കയറി ഇവിടെ എത്തിക്കണം. ഏടല്ലേ നിങ്ങള് ഇവിടെ വരെ എത്തി കീറല്. അപ്പൊ പപ്പാന്റെ കുട്ടി ഇവിടെ വന്ന ഇപ്പൊ എന്താ ആനത്തെ പിന്നാലെ ഓടലുണ്ടോന്ന് ചോദിച്ചു. നായ ഓടാൻ വേണ്ടിയുള്ള ചെറിയ കീറല്, ഇപ്പൊ ഇത്രയും കീറണമെങ്കിൽ ആന എങ്ങനെ പിന്നാലെ ഓടണുണ്ടോ?
ആജാതി വൃത്തികെട്ട വേഷം എന്നിട്ട് ധരിച്ചിരിക്കുക പെൺകുട്ടികൾ അങ്ങനത്തെ ചുരിദാർ. അള്ളാന്റെ പള്ളിക്കൊക്കെ ഒരു വേഷവും കല്യാണപ്പരയ്ക്ക് വേറൊരു വേഷവും, ഇൽമിന്റെ മജ്ലിസിൽ ഒരു വേഷവും, വിരുന്നിന് മുമ്പ് വേറൊരു വേഷവും, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്നിടത്തൊക്കെ ഒരു വേഷവും, കോളേജിൽ പോകുമ്പോ വേറൊരു വേഷവും. ഇസ്ലാം അനുവദിച്ചതല്ല. പ്രായപൂർത്തിയായ പെണ്ണാണോ നിന്റെ വേഷം ഇസ്ലാമികമാകണം. നിനക്ക് പ്രായപൂർത്തിയാണോ 11 വയസ്സായാലും 75 വയസ്സായാലും നിന്റെ വേഷം ഇസ്ലാമിലെ പർദാ സമ്പ്രദായമാകണം, ജിൽബാബാകണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പോയ വേഷമുണ്ട്. ഇനി താങ്കളൊരു സാധാരണഗതിയിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നതെങ്കിൽ പോലും, വീടിനകത്താണെങ്കിൽ പോലും ഒരു അന്യപുരുഷന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിക വേഷവിധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണേ. അടുക്കളയിലാണ് ഇളയച്ചൻ വരാൻ സാധ്യതയുണ്ട്, അടുക്കളയിലാണ് മൂത്തച്ഛൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പുരക്കകത്ത് നിനക്ക് സാധ്യമാകുന്ന ഫുൾ കൈയാണെങ്കിലും നിന്റെ മുഖമക്കനങ്ങ് മാറിലൂടെ അങ്ങ് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. സൂറത്ത് നൂറിലും സൂറത്ത് 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലുമൊക്കെ അല്ലാഹുവിന്റെ റസൂലിനോട്, സത്യവിശ്വാസികളായ സ്ത്രീകളോടും റസൂലേ അങ്ങയുടെ ഭാര്യമാരോടും അവർ തങ്ങളുടെ മക്കനകൾ കുപ്പായമാറുകൾ അവരുടെ താരിടത്തിലൂടെ താഴ്ത്തിയിടട്ടെ. എന്തിനാണെന്നറിയോ? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അയ്യുറഫുന ഫലാ യുദീൻ. അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടി അത്രയത്. ഈ പെണ്ണ് ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണ്. കാമുകന്മാരെ, കഴുകക്കണ്ണുള്ളവരെ, അതുകൊണ്ട് നിന്റെ കണ്ണുമായി അവളുടെ പുറകെ നീ പോകണ്ട. നിങ്ങൾ കണ്ടില്ലേ ബസ്സിൽ നിന്നുള്ള പീഡനങ്ങൾ, ബസ് സ്റ്റോപ്പിലുള്ള പീഡനങ്ങൾ, അന്യപെണ്ണിന്റെ നേരെ വീണ്ടും വരുന്ന കരങ്ങൾ ഒരു പെണ്ണ് കാണുകയും ആ പെണ്ണ് തന്റെ കയ്യിലുള്ള കൊട കൊണ്ടടിക്കുകയും എന്നിട്ട് കൂട്ട നിലവിളികൾ വരും, ആളുകളൊക്കെ പാടയാളെ തല്ലുകയും ചെയ്യാം. എത്രയെത്ര സന്ദർഭങ്ങളാ. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ നേരെ കൈകൾ നീളാതിരിക്കാൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ദാലിക അദ്നാ അയ്യുറഫുന ഫലാ യുദീൻ. നീ കോളേജിലാണെങ്കിലും ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണെന്ന് നിന്നറിയാൻ, നിനക്ക് ശല്യമാകാതിരിക്കാൻ. നീ കല്യാണപ്പുരയിലാണെങ്കിലും ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണെന്നറിയാൻ, നിനക്ക് ശല്യമാകാതിരിക്കാൻ. നീ അങ്ങാടിയിലാണെങ്കിലും ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണെന്നറിയാൻ, നിനക്ക് ശല്യമാകാതിരിക്കാൻ. ശറഅ് അനുവദിക്കുന്ന ഏതേത് ലോകത്താണെങ്കിലും ശരി, നീ ഉമ്മത്ത് മുസ്ലിമയിലെ പെണ്ണാണ്. അതുകൊണ്ട് നിന്റെ നേരെ കഴുക കൈകൾ നീളണ്ട, കഴുക കണ്ണുകൾ നീളണ്ട, കാമക്കണ്ണുകൾ നീളണ്ട. ഒരർത്ഥത്തിനുമുള്ള പീഡനത്തിനും നീരയാകാതിരിക്കാൻ, നീ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഇസ്ലാമിലെ വേഷം നിനക്ക് നിർബന്ധമാണ് പെണ്ണേ. അതുകൊണ്ട് ചുരിദാർ നിന്റെ പർദ്ദക്കുള്ളിലേക്ക് മാറ്റിക്കോ, അനാർക്കലികൾ നിന്റെ പർദ്ദക്കുള്ളിലേക്ക് മാറ്റിക്കോ, പാഠ്യാലകൾ നിന്റെ പർദ്ദക്കുള്ളിലേക്ക് മാറ്റിക്കോ. നമ്മുടെ സമൂഹത്തില് ഇന്ന് കിട്ടുന്ന നീളൻ ചുരിദാറുകൾ വരെ നിന്റെ പർദ്ദയുടെ ഉള്ളിലേക്ക് മാറ്റിക്കോ. ഒരിക്കലും അതൊരു വേഷമായി പുറത്തേക്ക് നീട്ടു ധരിക്കല്ല, നീ കൊണ്ടു നടക്കല്ല, ആളുകളുടെ മുന്നിലേക്ക് പോകല്ല. മുസ്ലിമായ ഒരു പുരുഷന്റെ കണ്ണിനത് ഹറാമായ ഒരു ചിന്ത കാരണമാകല്ല. നിന്റെ ഔറത്തിന്റെ ഒരു ഭാഗം നിന്റെ ഇടുങ്ങിയ വേഷവിധാനത്തിൽ ആകൃഷ്ടനായി പോയ നമസ്കരിക്കുന്ന ഒരു മുസ്ലിം പുരുഷന്റെ മനസ്സിനകത്തെങ്ങാനും ഒരു മോശമായ ചിന്തക്ക് നിന്റെ വസ്ത്രധാരണം പെണ്ണേ സഹോദരിമാരെ കാരണമാകുന്നുവെങ്കിൽ പടച്ചിറപ്പിന്റെ കോടതിയിൽ നിങ്ങളതിന് കാരണക്കാരാണ്. നിങ്ങളതിന് ഉത്തരം പറയേണ്ടി വരും. നിന്റെ മുടി, നിന്റെ കഴുത്ത്, നിന്റെ കൈത്തണ്ടകൾ, നിന്റെ കാലിൽ നീ മറച്ചിട്ടില്ലാത്ത സോക്സ് കൊണ്ട് ധരിച്ചിട്ടില്ലാത്ത മറച്ചിട്ടില്ലാത്ത നിന്റെ ഔറത്തിന്റെ ഭാഗങ്ങൾ നിന്റെ ശരീരത്തിൽ ധരിച്ച ഒരു വസ്ത്രത്തിലായാലും ഒരു ആഭരണത്തിലായാലും ഒരു അന്യപുരുഷന്റെ ദൃഷ്ടിപതിയാലും അതയാളെ തിന്മയിലേക്ക് നയിക്കാനും കാരണമായാൽ റബ്ബിന്റെ കോപം അതികഠിനമാണ്. റബ്ബിന്റെ കോപം അതികഠിനമാണ്. എന്റെ സഹോദരിമാരെ നല്ലോണം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇനി ഒക്കെ നിങ്ങള് അങ്ങനെ തുടങ്ങി ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യത്യസ്തമായ മേഖലകളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇത് ശ്രദ്ധിക്കാത്തൊരു വിഷയം. ഇത് ശ്രദ്ധിക്കാത്ത വേറെ കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മളൊക്കെ മഗ്‌രിബ് നമസ്കരിക്കുമ്പോൾ ബാത്റൂമിൽ കയറി, ഇശാ നമസ്കരിക്കുമ്പോൾ ബാത്റൂമിൽ കയറി, ചിലപ്പോൾ കഴിഞ്ഞിട്ട് കയറിണ്ടാവും. സഹോദരിമാരൊക്കെ നമ്മളെല്ലാവരും നിത്യേന ചെയ്യുന്ന പരിപാടിയാണ്. 1, 2 എന്ന് പറയും, മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക. മൂത്രം അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചൊരു സംഗതി പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു സംഗതി എന്തറിയോ? മൂത്രത്തിൽ നിന്ന് ശുദ്ധീകരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ കബായിറിലെ 70 ചില്ലാനും വരുന്ന വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ എണ്ണിപ്പോയൊരു സാധനം, വൻ പാപങ്ങളുടെ ലിസ്റ്റിലെ പണ്ഡിതന്മാരെണ്ണി.
ഹറാമാണ്, വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ. എന്താ മൂത്രവിസർജനത്തിന് ശേഷം ശരിയായി ശുദ്ധിയാകാതെ ഇമാം ദഹബി എഡിങ്ങനെ കൊടുക്കണം. അങ്ങനെയാണ്, വല്ലാത്തൊരു വാക്ക്. നോക്കെ നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്റെ വകയിലട്ടോ, അള്ളാഹിന്റെ ഹബീബ് പറയാം. ചില ആൾക്കാർ അങ്ങനെയാണ് മൂത്രയിക്കാൻ വേഗം ചെല്ലും. അതിലൊരു തമാശ എന്താ വെച്ചാല്, നമ്മളെ പല ബാത്റൂമിൽ ചെന്നുണ്ടാവും ഒരു തിരക്ക്. ബാത്റൂമിൽ ചെന്നാൽ നല്ലൊരു തിരക്ക്. സാധാരണ ക്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാറിന്റെ മുമ്പില്, തിയേറ്ററിന്റെ മുമ്പില്, റേഷൻ കടന്റെ മുമ്പില്, വില്ലേജ് ഓഫീസിന്റെ മുമ്പില്, ആധാർ കാർഡ് എടുക്കുന്നിടത്തൊക്കെ ക്യൂ ആ. ഇപ്പൊ ചിലപ്പോ നമ്മളെ പള്ളിക്ക് ചെന്നാലും ഒരു ക്യൂ. എന്താ ക്യൂ? നീണ്ട ക്യൂ. പടച്ചമ്പുരാനെ, ഇപ്പൊ ബാത്റൂമിലും ക്യൂ ആയോ? ഒരു ദിവസം ഞാൻ വിചാരിച്ചു, അങ്ങനെ ചെന്ന് നോക്കുമ്പോ എന്താ നിങ്ങള് ഇരുന്ന് മൂത്രയിക്കാൻ ഉണ്ടാക്കിയെടുത്തൊന്നും ഒരു മനുഷ്യല്ല, നിന്ന് മൂത്രയിക്കണോടത്ത് മാത്രം ആൾക്കാരാണ്. എന്താ? ഓന്റെ ജൂതന്മാരെ പാന്റ് ഇട്ടിട്ട് ഓന് ഇരിക്കാൻ പറ്റൂല. ജൂതന്മാരെ പാന്റാവോ ധരിച്ചിരിക്കണത്? ജീൻസ് അല്ലേ? അപ്പൊ നമ്മള് പറയും ജീൻസ് ഒക്കെ ജൂതന്മാരതാ. ശരി, ഇരിക്കാൻ പറ്റുമോ? ലൂസ് ഉണ്ടോ? ഇറുകി പിടിച്ചാ മറ്റേ തോട്ടില് കുരുത്തി മീൻ പിടിക്കാൻ വേണ്ടി വെച്ച മോളിൽ ഇങ്ങനെ വന്ന അടിയിൽ ഇങ്ങനെ കുരുണ്ട് കൂടിയതാണല്ലേ? ഇരിക്കാൻ പറ്റുന്നതാണോ? എങ്കിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബിരിയാണിക്ക് താഴെ പോകാത്താണെങ്കിൽ. എന്നിട്ട് പിന്നെ നിന്നിങ്ങനെ മൂത്രയ്ക്ക്. നിങ്ങളുണ്ടല്ലേ പല പള്ളികളിലും ഇത്രക്കാരുടെ നമസ്കാരം എന്ത് നമസ്കാരം. അവിടെയും സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗൊന്നുമില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് നേരാവണ്ണം മൂത്രയിക്കുമല്ലോ. എന്നിട്ട് അതങ്ങനെ ഒഴിച്ച് ചിലപ്പോൾ വെള്ളം കൊണ്ട് കയ്യെ കഴുകി അല്ലേ? റോട്ടിലൊക്കെ കാണാം ഇവിടെ മൂത്രയിക്കരുത് ബോർഡ്. അവിടെ മൂക്കൊത്തിട്ട് അതിന്റെ പോകാൻ പറ്റുള്ളൂ. എവിടെ ബോർഡ്? അതിന്റെ നേരെ താഴെ. ആലോചിക്കങ്ങള്, സമുദായത്തിലെ മക്കള് ചുമരുമലൊക്കെ പിടിച്ചിരിക്കണാണ്. ചിലരാണ് ബസ്സൊക്കെ മാറാം, ചിലർക്ക് ബസ് മാറാം, ചിലർക്ക് ആള് മാറാം. ഒരു ബസ് ഇങ്ങനെ പോകണ്ടോ, പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കണുണ്ടോ? ഇപ്പൊ ഇങ്ങനെ നിൽക്കണ്ടാവും ആകാശത്തേക്ക് നോക്കിയിട്ട്. കാര്യങ്ങൾ നിർവഹിച്ച ഒരു ലജ്ജയില്ലാത്ത സമുദായം ഈ ഉമ്മത്ത് മുസ്ലിമയിലെ ആണുങ്ങൾക്ക് തീരെ. അപ്പൊ പണ്ടൊരാൾ ഉപദേശിക്കാൻ പോയി. ഇപ്പൊ ഉപദേശിക്കാൻ ചെന്നാലും പേടിയാ. പണ്ടിങ്ങനെ വന്നപ്പോ ഉസ്താദ് ഇങ്ങനെ വന്നപ്പോ മൊല്ലാക്ക ഇങ്ങനെ പള്ളിക്കൊക്കെ വരാം. ഓളും ബാത്റൂമൊക്കെ വൃത്തിയാക്കാനുള്ള മൊല്ലാക്കാരെ പണി. അയറ്റങ്ങൾക്ക് തീരെ നലിയും വലിയില്ല. അപ്പൊ ദീനില് അപ്പൊ സാധു ഇങ്ങനെ വന്നപ്പോ ഉസ്താദാണ്, പള്ളിക്കൽ ഉസ്താദാണ്. മൂപ്പര് ഇങ്ങനെ വന്നപ്പോൾ ചങ്ങായി നിന്ന് മൂത്രയിക്കണ കടല ഇങ്ങനെ കൊടുക്കണുണ്ട്. നിന്ന് മൂത്രയിക്കാൻ പോരെ, കടലിൽ നിന്നാണ് ഇവിടെ ചൂടായി. അപ്പോ മൂപ്പര് പറഞ്ഞു, ഉസ്താദെ ബെല്ലാ പറഞ്ഞാൽ ഞാൻ ഇതിൽ മുക്കി തിന്നു, നിങ്ങൾക്ക് എന്താ നഷ്ടം എന്ന് ചോദിച്ചു. ഈ ഉപദേശത്തിന്റെ ഒരു ഇസ്ലാമിക മാനദണ്ഡമുണ്ട്. മൂപ്പര് സിൻസിയറായിട്ട് പറഞ്ഞതാണ്. ഇതാണ് ഇപ്പൊ ഇന്നത്തെ ചെറുപ്പക്കാർ ഉപദേശിക്കാൻ പാടില്ല. ഉപദേശിച്ചവന് തീരെ പറ്റൂല. തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് എന്തറിയോ? എന്ത്? ഉപദേശം. ഗൈഡൻസ് എന്നാണ് അതിന് മറ്റൊരു പേര് പറയാം. ഗൈഡൻസ്, മാർഗനിർദ്ദേശം. ഗൈഡൻസ് ഞങ്ങളൊക്കെ സെന്ററിലൊക്കെ, കൗൺസിലിംഗ് സെന്ററിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്ത് ഗൈഡൻസ്. ഗൈഡൻസ് കൊടുക്കുക. അപ്പൊ ആളുകൾ ഇങ്ങനെ വരും. ഉപദേശം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാൽ ഒരു മനുഷ്യനെ വയ്ക്ക് വരില്ല. രണ്ടും സമാന ആശയ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ കഥ പറഞ്ഞു പോവല്ല. ഈ ആളുകൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. സത്യത്തിൽ നമ്മളെ പള്ളിയിലൊക്കെ ആർക്കും ഉണ്ടാക്കിയ നിങ്ങള് ഊരവേദന, ഇരിക്കാൻ പറ്റാത്ത മുട്ടുവേദന, ഇരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് നിങ്ങൾ കുറെ ജൂതന്മാരെ പാൻറ്റിട്ട് കയറി വരുന്നവർക്ക് ഉണ്ടാക്കിയതല്ല. മനസ്സിലായില്ലേ? ആ പാന്റിനെ വൃത്തിയിട്ട പാന്റാണ്. ഇസ്ലാമിൽ എങ്ങനെയാണോ അങ്ങനത്തെ ഒരു പാന്റ് ഇറുകി പിടിച്ച് പാന്റ് ഇങ്ങനെ അങ്ങോട്ട് കയറില്ല അങ്ങോട്ടും കയറില്ല. പണ്ട് ഹുസൈൻ സലഫി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ചൂടാക്കി കയറ്റേണ്ട മക്കളെ. മൂപ്പര ശൈലിയിൽ മൂപ്പർ പറഞ്ഞു. ഞാൻ പറയില്ല അങ്ങനെയല്ല, ഗ്രീസ് ഓയിലിട്ട് കയറ്റേണ്ടി വരും. ഇപ്പത്തൊക്കെ ഗ്രീസ് ഓയിൽ നല്ല കയറുള്ളൂ കാലുമുക്കൂടി. അങ്ങനെ ഉണ്ട് കുറെ. നമ്മളെ സജീവ പ്രവർത്തകർ വരെ ഉണ്ട്. നല്ല താടി ഉണ്ടാവും, ഇറുകി പിടിച്ചൊരു പാന്റും ഉണ്ടാവും. തെറ്റാട്ടത്. ചിലവരുടെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു 4-5 മടക്ക്. ഇങ്ങനെ ഈ സ്റ്റേജൊക്കെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും. പറയാം, നമ്മൾ ഈ ഇപ്പൊ വെക്കേഷൻ, ഇപ്പൊ സ്പോർട്സിന്റെ കാല, ഇനി ആർട്സ് വരും. ആർട്സ് വരുമ്പോ ഇങ്ങനെ കർട്ടനൊക്കെ ഇട്ട് ഒപ്പന, പുതുമണവാളൻ ഇതാ വരുന്നേ ഇതാ വരുന്നേ, അങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് കളിയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് മൂപ്പര് കളി ഒപ്പനമായി വട്ടപ്പാട്ടായി ഇരിക്കട്ടെ. ഈ ഒപ്പന ഉണ്ടാവുമ്പോൾ രസമുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളൊക്കെ ഒപ്പന ഉണ്ടാവും. അപ്പൊ അങ്ങനെ അനൗൺസ്മെന്റ് വരും, അടുത്ത സംഘം ജഡ്ജസ് പ്ലീസ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 6 അങ്ങനെ കൊടുക്കും. അപ്പൊ അങ്ങനെ കളിക്കാൻ ആൾക്കാർ. അപ്പൊ കർട്ടൻ ഇങ്ങനെ പൊന്തും മേലക്ക്. ഒരു നല്ല കളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പോകാനാകുമ്പോ പുതുമണവാളൻ ഇതാ പോകുന്നേ ഇതാ പോകുന്നേ എന്നറിയും. അപ്പൊ അതിങ്ങനെ താഴും. അതേമാതിരി ഇപ്പൊ നമ്മളെ ചെറുപ്പക്കാര് പള്ളിയിൽ വന്നു. പുതുമണവാളൻ സംഘവും പള്ളിയിലെത്തി. ഹൗലും കരയിൽ ഒതുക്കാൻ കയറി, നിസ്കരിക്കാൻ കയറുമ്പോ ഇങ്ങനെ മടക്കി വെച്ച് കലാപരിപാടി തുടങ്ങി. കലാപരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുതുമണവാളൻ സംഘം പോവാ, അതിങ്ങനെ താത്തിച്ചു.
കറക്റ്റ് അങ്ങനെ താങ്ങും. തമാശയായിട്ടോ സീരിയസ് ആയിട്ടോ നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്തിനാണ് ആ ജാതി പാന്റ് നിര്യാണിക്ക് താഴെ പോണത്? വേണ്ടല്ലോ. നിര്യാണിയുടെ താഴെ ധരിച്ച വസ്ത്രം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ട് നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. രണ്ട് നിര്യാണികൾക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. ഇറുകിപ്പിടിച്ച വസ്ത്രം പാടില്ല, ലൂസായ വേഷമാണ് വേണ്ടത്. അത് രണ്ട് നിര്യാണികളുടെ താഴെ പാടില്ല. തണ്ടങ്കാലാണ്. ഈ തണ്ടങ്കാലിലേക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ച് ഒരു പുരുഷന്റെ വസ്ത്രത്തിന്റെ ഉയർച്ച തണ്ടങ്കാല് വരെ ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മ ശരിയാണെങ്കിൽ ഹദീസിൽ അങ്ങനെയാ, അദ്ദേഹം തന്റെ തണ്ടങ്കാല് വരെ പൊക്കി. തണ്ടങ്കാല് വരെ പൊക്കി. നമ്മൾ പറയാറില്ലേ ബർമുഡ പാന്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കാറില്ലേ ചില ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ? നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു പോയ ചില ആളുകൾ പരിഹസിക്കാറില്ലേ? എന്തൊരു പാന്റാണോ ഇത്, ബർമുഡ പാന്റ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ബർമുഡയുടെ അളവിൽ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ട് എന്ന് പറഞ്ഞ് പരിഹസിച്ചില്ലേ? അതാണോ ഇസ്ലാമിലെ വസ്ത്രത്തിൽ പുരുഷന്റെ അളവ്. ഇനി അവിടെ അങ്ങോട്ട് പോയാലോ, നിര്യാണി വരെ ആ രണ്ട് നിര്യാണിക്ക് താഴെ പോകലോ ഇലൽ മഖീല, അത് അഹങ്കാരത്തിൽ പെട്ടതാണെന്ന് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ അംബിയാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ഞെരിയാണ്ട് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്. ഇതൊക്കെ മടക്കി വെച്ച് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം വരുന്നത് എവിടെ? മൂത്രയിക്കാൻ. അങ്ങനെ മൂത്രയിക്കാൻ വന്ന മൂത്രമൊഴിച്ചു. വൃത്തിയായോ? വൃത്തിയായില്ല. മൂത്രമൊഴിച്ചു, കുറെ പാന്റുമ്മലും പോയി, കുറെ നിലത്തും പോയി, കുറെ കാലുമ്മലായി, വെള്ളം ഒഴിച്ചു, ഒക്കെ പാടെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഓന്റെ വസ്ത്രത്തില്, ഓൻ അരിച്ച അണ്ടർവെയറിലും, ഓന്റെ കാലുമ്മലും ഒക്കെ മൂത്രം, പാന്റിലും മൂത്രം. അങ്ങനത്തെ ആളുകളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? റഈസുൽ മുഫസ്സിരി, യുവാവും ചെറുപ്പക്കാരനും യുവാവും എല്ലാ അർത്ഥത്തിലും അഹ്ലുസുന്നത്തിന്റെ നേതാവുമായ മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹായത്തിൻ മിൻ ഹീതാനിൽ മദീനത്തി ഔ മക്ക ഫസമിഅ സൗത ഇൻസാനൈനി യുഅദ്ദിബാനി ഫീ ഖുബൂരിഹിമാ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദിബാൻ വമാ യുഅദ്ദിബാനി ഫീ കബീർ ثم قال بلى كان احدهما لا يستتر من بوله وكان الاخر يمشي بالنميمه صلى الله عليه وسلم. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 216 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറിനരികിലൂടെ നടന്നുപോയി. മിൻ ഹീതാനിൽ മദീനത്തി ഔ മക്ക, വ്യത്യസ്തമാണ് അഭിപ്രായം, ഒന്നല്ലെങ്കിൽ മക്കത്തോ അല്ലെങ്കിൽ മദീനത്തോ. എങ്ങനെയെന്നറിയോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇവർ ഈ ഖബറിലുള്ള രണ്ടാളും, ഇവർ ഖബറിലുള്ള രണ്ടുപേരും തങ്ങളുടെ ഖബറുകളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നുണ്ട്. യുഅദ്ദിബാനി ഫീ ഖുബൂരിഹിമാ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദിബാനി വമാ യുഅദ്ദിബാനി ഫീ ഖബീർ. ശിക്ഷിക്കപ്പെടുന്നത് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ല, ഖബറിൽ ഒരാൾക്ക് ശിക്ഷ ലഭിച്ചത് വലിയ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഒരാൾ എന്ത് തെറ്റാണോ ചെയ്തെന്നറിയോ? ഒരാളെ മൂത്രമൊഴിച്ചാൽ ശരിക്ക് കഴുകി വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധ കാണിച്ചിരുന്നില്ല. മൂത്രമൊഴിച്ചിരുന്ന ഒരാൾ ആ മൂത്രത്തിൽ നിന്ന് കൃത്യമായി വെടിപ്പായിരുന്നില്ല. അയാൾക്ക് ഖബറിനകത്ത് ശിക്ഷ കിട്ടാനുള്ള കാരണം അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന് വേണ്ടി പറയട്ടെ, മറ്റേ ആളോ ആളുകൾക്കിടയിൽ പരദൂഷണവുമായി നടന്നതുകൊണ്ടുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിട്ടിയ ശിക്ഷ എന്താണ്? മൂത്രത്തൊന്ന് ശരിക്ക് വെടിപ്പാകാത്തത് ഖബറിലുണ്ടായ ശിക്ഷ. ഇത് ആണിനും പെണ്ണിനും ബാധക. ആണിനും പെണ്ണിനും ബാധക. എന്നിട്ട് അള്ളാന്റെ ഹബീബ് അറപ്പിച്ച് പറഞ്ഞൊരു കാര്യം തരും. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത മുസ്നദിൽ, അക്തറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഖബറിലെ ശിക്ഷയിൽ കൂടുതലും മൂത്രത്തിന്റെ കാര്യത്തിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഏകദേശം സമയം അങ്ങോട്ട് വല്ലാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിങ്ങനെ പോയ എവിടെ എത്തൂല, ഇങ്ങനെ പോയ എവിടേക്ക് എത്തൂല. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞറിയോ? യഅതി അലന്നാസി സമാനുൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി
കൽ ഖാബിദി അലൽ ജംർ. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹാണെന്നാണ് എന്റെ ധാരണ. ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരാനുണ്ട്. അന്ന് അവരിൽ മതത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ തീക്കനലിന്മേൽ പിടിച്ചവനെ പോലെ ആയിരിക്കും, തീക്കട്ട കയ്യിൽ കൊണ്ട് നടക്കുന്നവനെ പോലെ. വല്ലാത്തൊരു കാലം മുസ്ലിം സമൂഹത്തിന് വരാണ്ടെന്നാണ്. ദീന് മുറുകെ പിടിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണം. വലിയ ഇടങ്ങേറുള്ള കാലം. ജീവിത മേഖലയിൽ റബ്ബിഷ്ടപ്പെടാത്തവ പലപ്പോഴും നമ്മളെ കണ്ടുമുട്ടാറുണ്ട്. സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിൽ എന്തോന്നറിയോ, നമ്മൾ വല്ലാതെ അപകടത്തേക്ക് പോകും. അതുകൊണ്ട് റസൂൽ പറഞ്ഞത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ജയിലാണ് ദുനിയാവ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഉഷാറ് പോരാട്ടോ, സ്വലാത്തിൽ നിന്ന് തുഷാറ് പോരാ. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധിക്ക് സ്വർഗ്ഗം. ഏത്? ഈ ദുനിയാവിനെ പറ്റി പറയാം. സഹോദരങ്ങളെ, വ്യക്തി എന്ന നിലയിൽ നമ്മളെല്ലാം വളരെ ദുർബലരാണ്. വ്യക്തി എന്ന നിലയിൽ നമ്മളൊക്കെ ദുർബലരാണ്. ആളുകളുടെ മുന്നിൽ മാന്യതയുടെ ഒരു മുഖം നമുക്കുണ്ടെങ്കിലും അവനവന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേഖലയിൽ, സ്വകാര്യതകളിൽ നമ്മൾ തനിച്ചാകുമ്പോ, ആരും ശ്രദ്ധിക്കാനില്ലെന്ന തോന്നലുണ്ടാകുമ്പോ തെറ്റുകുറ്റങ്ങളിൽ പ്രവേശിക്കാവുന്ന അവസ്ഥകൾ ഉണ്ടാകും. ശ്രദ്ധിക്കണേ, അന്ത്യനാളിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അത്. ഖിയാമത്ത് നാളിലെ വലിയ നഷ്ടം. ലോകത്തിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലിൻ തിഹാമത ബീലൻ ഫയജഅലുഹു അല്ലാഹു അസ്സ വജല്ല ഹബാഅം മൻസൂറാ. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം അന്ത്യനാളുകളെ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ അറിയും. തീർച്ചയായും അവർ അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ വെളുത്ത തിഹാമ മലകളെ പോലുള്ള നന്മകളുമായി അവർ കടന്നു വരുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കും. ഹബാഅം മൻസൂറാ. ഖാല സൗബാൻ, സ്വഹാബി ചോദിക്കാ, സൗബാൻ ചോദിക്കാ, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവിന്റെ ദൂതരേ, ലോകത്തിന്റെ നേതാവേ, അവർ ഞങ്ങൾക്കൊന്ന് വർണ്ണിച്ചു തന്നാലും റസൂലേ, ഞങ്ങൾ അറിയാതെ ആ ഹബാഅം മൻസൂറയായി ചിതറപ്പെട്ട ധൂളികളായി കർമ്മങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ അറിയാതെ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കുവാനാണ് റസൂലേ. തൗബാൻ റളിയല്ലാഹു അൻഹു വല്ലാത്ത ആശങ്ക. قال الله الحبيب وريا ما انهم اخوانكم ومن جلدتكم ويأخذون من الليل كما تأخذون ولكنهم اقوام اذا خلوا بمحارم الله انتكهوها. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹീഹ. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, ഈ ഉമ്മത്ത് മുസ്ലിമയിൽ വരാനുള്ളവരാ, നിങ്ങളുടെ മാർഗത്തിൽപ്പെട്ടവരുമാ. നിങ്ങൾ രാവിലെ ആരാധനകൾ നിർവഹിക്കുന്നത് പോലെ അവരും ആരാധനകൾ നിർവഹിക്കും. പക്ഷെ അല്ലാഹു ഹറാമാക്കിയതിൽ അവർ ഒറ്റപ്പെട്ടാൽ പ്രസ്തുത ഹറാമുകൾ അവർ ഇഷ്ടം പോലെ അങ്ങ് പ്രവർത്തിച്ചു പോകും. എന്താ പറഞ്ഞത്? രാത്രി നിങ്ങൾ നിസ്കരിക്കണ പോലെ ഒരു നിസ്കരിക്കും, നിങ്ങൾ ഓതുന്ന പോലെ അവർ ഓതും, നിങ്ങൾ ദിക്ർ ചെയ്യണ പോലെ ഒരു ദിക്ർ ചെയ്യും. എല്ലാ ഇബാദത്തും ഉണ്ടാവും, അവരോ പാപങ്ങളും ഉണ്ടാകും. വല്ലാത്തൊരു വിഭാഗമാണ്. ഹബീബ് പറഞ്ഞു പോണ കാര്യ, ഹറാമാക്കിയ ഒരു വിഷയത്തിൽ നമ്മൾ തനിച്ചായാൽ, സീരിയലിന് മുമ്പിൽ തനിച്ചായാൽ, വൃത്തികെട്ട സംഗീതത്തിന്റെ മുന്നിൽ തനിച്ചായാൽ, സിനിമയുടെ മുന്നിൽ നമ്മൾ തനിച്ചായാൽ, വലിച്ചിറക്കിയ കേബിളിന്റെ മുന്നിൽ നമ്മൾ തനിച്ചായാൽ, നല്ല സംവിധാനങ്ങളുടെ മൊബൈലിനകത്ത് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തനിച്ചായാൽ, നമ്മുടെ സ്വകാര്യതയുടെ മേഖലയിൽ നമ്മൾ തനിച്ചായാലോ, പടച്ചറപ്പ് ഇഷ്ടപ്പെടാത്ത, റസൂൽ ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ അവർ ഇഷ്ടം പോലെ അങ്ങ് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. ഹബാഅം മൻസൂറാണ്. ഇന്നത്തെ മുസ്ലിങ്ങളിൽ ഈ പറയുന്ന ഞാനും കേൾക്കണങ്ങളും നമ്മൾ ഈ മുസ്ലിങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന വിഷയാത്. 5 നേരം നിസ്കരിക്കും, 3 നേരം സിനിമയും കാണും. 5 നേരം നിസ്കരിക്കും, പറ്റാണെങ്കിൽ തെറിയും പറയും. 5 നേരം നിസ്കരിക്കും, സ്വന്തം അമ്മാനും ബാപ്പാനും ധിക്കരിക്കും. 5 നേരം നിസ്കരിക്കും, 2 നേരം കെട്ടിയോളെ പെണ്ണുങ്ങളെ മോന്ത കുറ്റി നോക്കി തല്ലും ചെയ്യും. 5 നേരം നിസ്കരിക്കും, അവൻ എന്റെ ഭർത്താവിനോട് ധിക്കാരം പ്രവർത്തിക്കും, ഭർത്താവിനെ അനുസരിക്കൂല. 5 നേരം നിസ്കരിക്കും, ഗീബത്തും നമീമത്തും പറയും. 5 നേരം നിസ്കരിക്കും, നോമ്പുണ്ടാവും, സക്കാത്തുണ്ടാവും, ഹജ്ജുണ്ടാവും, ഉംറയുണ്ടാവും, എല്ലാം ഉണ്ടാവും, ഹറാമും കൂടെ ഉണ്ടാവും, എക്സെട്രാ എക്സെട്രാ. നിങ്ങൾ കൂട്ടിയാൽ മതി. എന്തൊക്കെ
അതിലൊന്നെന്തറിയോ, ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് പറയാ, ഈ ഹറാമുകളിൽ നാളെ പരലോകത്ത് മനുഷ്യന്റെ കർമ്മങ്ങൾ നഷ്ടമാകുന്ന ഈ ഹബാഅം മൻസൂറയിൽ പെടാവുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ ഒരു കാര്യം എന്തറിയോ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും സജീവമായ കാര്യങ്ങളിലൊന്നെന്തറിയോ, ഇണകളുടെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാ. ഇതൊക്കെ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകളല്ലേ. അതുകൊണ്ട് ഞാൻ അവസാനിക്കുമ്പോ ആ ഒരു ലോകത്തേക്ക് കൊണ്ടുവരിക. ചിലരൊക്കെ സ്വകാര്യമായി പരാതി തന്നെ പറയാറുണ്ട് കുടുംബ ജീവിതത്തെ തകർക്കുന്ന അത്തരം കാര്യങ്ങളെ പറ്റി. അതിലൊരു കാര്യം എന്താണെന്നറിയോ, തന്റെ ഭർത്താവിനോട് മനസ്സും ശരീരവും പങ്കുവെക്കേണ്ട ഭർത്താവിനോട് ഭാര്യ കിടപ്പറയിൽ അകാരണമായി പെരുമാറുക, അനുസരിക്കാതിരിക്കുക, അദ്ദേഹത്തിന്റെ ആവശ്യപൂർത്തീകരണത്തിന് നിന്നുകൊടുക്കാതിരിക്കുക. ലോകത്തിന്റെ ഹബീബ് പറയാ, ചുരുക്കട്ടെ, വല്ലദീ നഫ്സി ബിയദിഹി മാ മിൻ റജുലിൻ യദ്ഉ ഇംറഅതഹു ഇലാ ഫിറാശിഹി ഫതഅബാ അലൈഹി ഇല്ലാ കാന അല്ലദീ ഫിസ് സമാഇ സാഖിതൻ അലൈഹാ ഹത്താ യർളാ അൻഹാ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ് സത്യം, അവനാണ്. ഒരാൾ തന്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട്, തന്റെ ആഗ്രഹത്തിലേക്ക് വിളിച്ചിട്ട്, സെക്സിലേക്ക് വിളിച്ചിട്ട് അവളത് നിരസിക്കുകയാണെങ്കിൽ ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരെ ആകാശത്തുള്ളവർ അഥവാ മലക്കുകൾ അവളെ വെറുക്കാതിരിക്കുകയില്ല. ഭർത്താവ് രാത്രി വിളിച്ചു, ഇനി രാത്രിയല്ല പകലല്ല എപ്പോഴായാലും വിളിച്ചു. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ, നമ്മളും ആയിഷാബി പറയാണ്, ഒട്ടകപ്പുറത്താണ് ഇരിക്കണമെങ്കിലും വിളിച്ചാണ്ട് വരണോന്നാണ്. വാഹനത്തിലാണ് ഇരിക്കണത്, എന്നാലും ഇങ്ങോട്ട് ബാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരണോ. അടുക്കളപ്പണിയിൽ ജോലിയിലാണ്, അപ്പോഴാണ് ഹാജത്തിഹി തന്റെ ആവശ്യത്തിലേക്ക് വിളിച്ചത്. എന്തു ആകാം. എനിക്ക് തോന്നുന്നു അവർ മനസ്സിലാകണം എന്താ വെച്ചാൽ നട്ടുച്ചക്ക് ഓള് പണിയിലാണ്, നമ്മള് വിളിച്ചു, അത് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരണോ നിർബന്ധാണ്. ഇന്ന് മുസ്ലിം പെൺകുട്ടികളിൽ ഇല്ലാത്തൊരു ദുരന്തമാണത്, ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന ദുരന്തം. എന്റെ മുന്നിലിരിക്കണ പല ഭർത്താക്കന്മാരും, മുന്നിലിരിക്കണ പല ഭർത്താക്കന്മാരും ഈ സെക്കൻഡ് വരെ അനുഭവിക്കുന്ന ദുരന്തം. പറഞ്ഞ ഒരു ഹർഫ് അനുസരിക്കാത്ത ഭാര്യമാർ. ആലോചിച്ചൊക്കെ എത്ര ഗൗരവം അത്. തിരിച്ചിങ്ങക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. സഹോദരിമാരെ, വളരെ ഗൗരവത്തോടു കൂടി കാണണേ. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്, 1161 നമ്പറാണ്. വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മ ഉമ്മി സലമ പറയാ, റസൂലുള്ളാഹിയുടെ ഭാര്യ പറയാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുമ ഇംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാല ദഖലത്തിൽ ജന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് സംതൃപ്തിയുള്ളവനായിരിക്കെ അവളെ മരിക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നതിനിടയിലാണ് ഒരു ഭാര്യ, അവൾ എത്ര ചെറുപ്പക്കാരിയാകട്ടെ, എത്ര വയസ്സായവളാകട്ടെ, അവൾ മരിക്കുകയാണെങ്കിൽ ദഖലത്തിൽ ജന്ന, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ സംതൃപ്തിയിൽ ഇങ്ങനെ ജീവിക്കണതിനിടയിൽ ഭാര്യയുടെ മരിച്ച അവൾ സ്വർഗത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, നിങ്ങൾ ഇന്ന് ചെന്നിട്ട് അവനാന്റെ കിടപ്പിലെ റൂമിലെത്തുമ്പോ ഭർത്താവിനോട് ആത്മാർത്ഥ ചോദിക്കാം. ബെഡ്റൂമിലേക്ക് വരുമ്പോ ഒതുർത്തിട്ടൊക്കെയാണല്ലോ വരിക. ഒതുവൊക്കെ എടുത്ത് പല്ലൊക്കെ തെച്ച് ഫ്രഷായി കുളിച്ചൊക്കെയാണ് ബാത്റൂമൊക്കെ ഒന്ന് വരുമ്പോ നമ്മളെ റൂമിലെത്തിയിട്ട് ഭർത്താവിനോട് ചോദിക്കാം. നിങ്ങളെ ദിക്റൊക്കെ ചൊല്ലിക്കോളി, അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഭർത്താവിന് ചോദിക്കാം. സത്യം പറയും, 40 കൊല്ലായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 45, എനിക്ക് 40 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 35 വയസ്സ്, 10 വയസ്സ് നമ്മൾ തമ്മിൽ വ്യത്യാസം. ജീവിതം ആരംഭിച്ചിട്ട് 10-20 കൊല്ലായി. ഒരു മോളെ കെട്ടിച്ചു, മോനെ ഇൻഷാ അല്ലാഹ് നല്ല വിദ്യാഭ്യാസം, നല്ല സുഖം, നമുക്ക് നല്ല സൗകര്യമൊക്കെ. ഈ സെക്കൻഡ് വരെ, ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവായ താങ്കൾക്ക് എന്നിൽ സംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ? ഒരൊറ്റ ചോദ്യം. അവിടെ സത്യങ്ങൾക്കാണ് ബോധ്യം. ഉണ്ടെങ്കിൽ മൂപ്പര് ഉണ്ടെന്നാണ് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അല്ലെങ്കിലോ തിരക്കടില്ല, ചിലപ്പോ മോശമാണെന്ന് പറയും. അധികം ആളെ പറ്റിയുള്ള അഭിപ്രായം അങ്ങനെയാവും, ഇടക്കൊക്കെ മോശമാണ് അല്ലേ? തിരിച്ച് ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് ഭർത്താക്കന്മാരും ചോദിക്കാം, അല്ല ഭാര്യ, ഞാൻ നല്ലൊരു ഭർത്താവായിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കയ്പും മധുരവും.
ആ കയ്പും മധുരവും മനസ്സിലാക്കി നല്ല ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുത്തൊരു മാസമായി വരുന്നുള്ളുപ്പം. ഒരു മാസമായി. അന്നത്തെ ക്ലാസ് കേട്ട ഈ സദസ്സിരിക്കുന്ന ഒരാളും ഇനി നല്ലൊരു കുടുംബജീവിതമല്ല നയിക്കൂല, ഭർത്താവിനെ ധിക്കരിക്കൂല, ഭാര്യ തല്ലൂല, മോശമായി പെരുമാറൂല എന്ന് നീയത്ത് വെച്ച് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ വന്നിരിക്കണം. നിങ്ങളോടാ ചോദിക്കണം. അത് പകർത്തിയവരോടാ ഞാൻ ചോദ്യം, നിങ്ങളോടാ ചോദ്യം. നിങ്ങൾ ചോദിക്കുന്നു, ഭാര്യ ഭർത്താവിന് ചോദിക്കുക, ഭർത്താവ് ഭാര്യന് ചോദിക്കുക, എനിക്ക് എന്നെ തൃപ്തിക്കണോ? സ്വഹീഹുൽ ബുഖാരിയിലെ 5193 സ്വഹീഹ് മുസ്ലിമിലെ 1436 നമ്പർ ഹദീസിൽ എന്താ പറയുക? മലക്കുകളെ ശാപം ഉണ്ടാവുന്ന നേരം വെളുക്കോളം ഭർത്താവിനോട് വിമുഖത പുലർത്തിയിട്ട് തിരിഞ്ഞടക്കണ പെണ്ണിനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചോക്കെ ഇത്ര ഗൗരവമുള്ള വിഷയം. ഇതേ ഗൗരവം തന്നെ തിരിച്ചും ഭാര്യമാരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാത്ത ഭർത്താക്കന്മാർ, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാത്തവർ, ആശ്വസിപ്പിക്കേണ്ടതുപോലെ ആശ്വസിപ്പിക്കാത്ത. ഞാൻ വിശദീകരിക്കണേയില്ല, അവസാനിപ്പിക്കാം. ആ ഒരു വിഷയത്തിൽ ജാഗ്രത നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതുകൊണ്ട് കൃത്യമായി നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഈ ഒരു മേഖലയിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തുന്നവരാകണം എന്നെനിക്ക് പ്രത്യേകം പറയണം. അവിടെ അവസാനിപ്പിക്കണം ഒരു വാക്കുകൂടി. ആ ഇണകളുടെ ന്യൂനതയോ കുറവുകളോ പുറത്തു പറയാതിരിക്കൽ പുരുഷന്മാരെ ബാധ്യതയാണ്. മറിച്ചുള്ള അഭിമാനം സംരക്ഷിക്കേണ്ടതും അഭിമാനത്തിനെതിരെയുള്ള കയ്യേറ്റങ്ങൾ ചെറുക്കേണ്ടതും പുരുഷന്മാരെ ബാധ്യതയാണ്. മനസ്സിലായില്ലേ? എന്നാൽ ചില പുരുഷന്മാരെന്താ സ്ത്രീകളിലുണ്ട്. ഇത് ഹദീസ് എന്റെ വകയല്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നടക്കുന്നത് മുഴുവൻ ഓലെ സുഹൃത്തുക്കളോടാണ് പങ്കുവെക്കും. ഞങ്ങൾ ഇന്നലെ രണ്ടാളും കെട്ടിപ്പിടിച്ചു, നിങ്ങൾ ഉമ്മ വെച്ചു, പിന്നെ അങ്ങനെ എക്സെട്ര മുഴുവനും വള്ളി പുള്ളി വിടാതെ അള്ളാന്റെ റസൂല് ശക്തമായി താക്കീത് നൽകി. അവസാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്ന ഹദീസ് അന്ന അസ്മാഉ ബിൻത് യസീദ് അന്നഹാ കാനത് ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം والرجال والنساء قعود عنده فقال. യസീദിന്റെ പുത്രി അസ്മാ റളിയല്ലാഹു അൻഹ നിവേദിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ അവർ ഇരിക്കുകയായിരുന്നു. അവിടെ സ്ത്രീകളും പുരുഷന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളൊക്കെ. ഫഖാല, അപ്പോ അല്ലാഹുവിന്റെ ദൂതർ ചോദിച്ചു, ലഅല്ലി റജുലൻ യഖൂലു മാ യഫ്അലു ബി അഹ്ലിഹി വലഅല്ല ഇംറഅതൻ തുഖ്ബിറു ബിമാ ഫഅലത മഅ സൗജിഹാ. നിങ്ങളുടെ കൂട്ടത്തിൽ ചില ഭർത്താക്കന്മാർ ഭാര്യയുമായി ചെയ്യുന്ന കാര്യങ്ങളും സ്ത്രീകൾ ഭർത്താവുമായി ചെയ്യുന്ന കാര്യങ്ങളും പുറത്തു പറയുന്നവരായിട്ടുണ്ടോ? എന്റെ പുതിയാപ്പിളിനോടുള്ള ബന്ധം മുഴുവനും പുറത്തേക്ക് പറയാം, എന്റെ ഭാര്യനോടുള്ള ബന്ധം മുഴുവന്റെ സുഹൃത്തിനോട് പറയാം. അങ്ങനെ ഉണ്ടോ? നിങ്ങൾ ആരും ഇടണില്ലല്ലോ. ഇതുപോലെ ആ സദസ്സിരിക്കുന്ന ഒരൊറ്റാള് ഒന്നും മുണ്ടിയില്ല, ഉരിയാടിയില്ല. കാരണം എന്താ അറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നഹുന്ന ലയഖുൽന വ ഇന്നഹും ലയഫ്അലൂൻ. അപ്പോ ഞാൻ പറഞ്ഞു, റസൂലേ, അങ്ങനെ സ്ത്രീകളിലും പുരുഷന്മാരിൽപ്പെട്ട പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന നബിയേ. قال فلا تفعلوا فإنما ذلك مثل الشيطان لقي شيطانة في طريق فغشيها والناس ينظرون. നിങ്ങൾ അത്തരം കാര്യങ്ങൾ പറയരുതേ. അതിന്റെ ഉപമ എന്താണെന്നറിയോ? ഭർത്താവിനോടൊത്ത് ബന്ധപ്പെട്ട ഭാര്യ ആ ഭർത്താവിന്റെ സ്വകാര്യത പുറത്തു പറയലും, ഭർത്താവിന്റെ കൂടെ ഭാര്യയുടെ കൂടെ ജീവിച്ച ഭർത്താവ് അവളോടൊന്നിച്ചുള്ള സ്വകാര്യതയെ പുറത്തു പറയലും, വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ രണ്ട് പിശാചുക്കൾ ആളുകൾ നോക്കി നിൽക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലെയാണെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ മുർസലീനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുപോയി. വളരെ ഗൗരവമുള്ള കാര്യം, വളരെ മ്ലേച്ഛമാണത്, പാടില്ലത്, സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് സംഭവിക്കുന്ന അശ്രദ്ധമായ എത്ര പാപണ്ടരങ്ങള് ഞാൻ വിശദീകരിച്ച എന്റെ മുമ്പിൽ ഒരു 100 ചില്ലാനും പാപങ്ങളെങ്കിലും ഇങ്ങനെ എണ്ണുണ്ട് ഓരോന്നും. ഞാൻ ഇപ്പൊ എത്ര ആകേണ്ടി ഏറെ 8 10. ഇനി ഒരു 90-95 ബാക്കി ഇനി വേറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാക്കാം. ഇനി വരുന്ന വിജ്ഞാന വേദികളിലോ ശേഷം നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ പിന്നീട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഒരു പഠനം എന്ന നിലക്ക് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം. പടച്ചറപ്പ് തുണക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുള്ളത് മാത്രം. എന്റെ ഭാഗം ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കുറച്ച് മനസ്സിലാകാൻ വേണ്ടി സാന്ദർഭികമായിട്ട് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ.
ഞാൻ ഈ പറഞ്ഞതിൽ ആയത്തും ഹദീസും ഇമാമികളുടെ ഇബാറത്തും ഒക്കെ നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കണം. എന്റെ വക അങ്ങ് തള്ളേ കൊള്ളേ ചെയ്യാം, അത് എന്റേതാ. മറ്റേത് അള്ളാന്റെ റസൂലിന്റെ അദീനാണ്, അത് നിങ്ങൾ സ്വീകരിക്കണം. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളും ഇനി മനസ്സിലാക്കാൻ വേണ്ടി കിടക്കുന്ന 100 കാര്യങ്ങളും വേറുണ്ട്. അത് നിങ്ങൾ സ്വയം കണ്ടെത്താനും പഠിക്കാനും അറിയാനും ഒക്കെ ശ്രമിക്കുക. അള്ളാഹു തുണക്കുമാറാകട്ടെ, പടച്ച റബ്ബ് സഹായിക്കുമാറാകട്ടെ. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും, ഈ സമയം വരെ ഇരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, അടുത്ത തവണ നിങ്ങൾ ഏത് ഇൽമിന്റെ മജ്‌ലിസിൽ പോകുകയാണെങ്കിലും ഒരു ചെറിയ നോട്ട് ബുക്ക്, ഒരു പേന കയ്യിൽ കരുതുക. എഴുതാൻ അറിയണ ഒരു മലയാളം അറിയണ ഒരു മലയാളത്തിൽ എഴുതാ, അറബി അറിയണ ഒരു അറബിയിൽ എഴുതാ, ഇംഗ്ലീഷ് അറിയണ വിദ്യാർത്ഥികൾ ഒരു ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുക. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ആയത്തും ഹദീസിന്റെ കോട്ടിങ്സുകൾ വരെ എന്നിട്ട് പഠിക്കാം. നിങ്ങളുടെ കയ്യിൽ സൗകര്യമുള്ളൊരു മൊബൈൽ ഉണ്ടെങ്കിൽ, വീട്ടിൽ നെറ്റ് സംവിധാനമുള്ള കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടെങ്കിൽ islamdoor.com എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ലോകത്ത് ഒരു വിഷയത്തിൽ തന്നെയുള്ള 500ഓളം ഖുത്ബകളും ഫത്വകളും കിട്ടാൻ. islamdoor.com, islamdoor.com. അതിന്റെ വെർഷൻ ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്, മലയാളം അല്ലാത്ത എല്ലാ ഭാഷയിലും. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് ഇംഗ്ലീഷ് കയറ്റി കൊടുത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഫത്വകൾ, അഹ്ലു സുന്നത്തിന്റെ ഫത്വകൾ, ഓരോ വിഷയത്തിലുമുള്ള കിതാബിയായി ആയത്ത് ഹദീസ്, അതിന്റെ സ്വഹാബത്തിന്റെ മൻഹജ്, ഇങ്ങനെയുള്ള ഓർഡറിൽ സലഫിയത്ത് കൃത്യമായി പഠിപ്പിക്കണം. ആർക്കും വീട്ടിൽ ചെയ്യാവുന്ന പരിപാടിയാണ്. വിദ്യാർത്ഥികളെ കയ്യിൽ നല്ല മൊബൈലൊക്കെ ഉള്ളവർക്കൊക്കെ കയ്യിലും കിട്ടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാണ്. വാള് കേട്ടിട്ട് രസമുണ്ടോ, രസല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നന്നായില്ല, ഇനി വരാനുള്ളത് എങ്ങനെയാവോ അറിയില്ല, അങ്ങനെയൊക്കെ ആളെ നോക്കി, എണ്ണം നോക്കി, രീതി നോക്കി പോണതിന് പകരം, ജഡ്ജ്മെന്റ് മാർക്കിടാൻ വേണ്ടി വരുന്നതിന് പകരം നമ്മൾ സ്വയം ഒന്ന് മാർക്കിടാം. ഞങ്ങളോട് തുടക്കത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഇരിക്കണത് ഇവിടെയുള്ള സമസ്തക്കാർക്കോ ജമാഅത്തർക്കോ വടവൂരിയക്കോ മുജാഹിദീങ്ങൾക്കോ അങ്ങനെ ഓരോരുത്തർക്കാണ് വിവരിച്ചെടുത്തേക്കാൻ. ഇത് ഓൽക്കുള്ള, ഇത് മറ്റൊൽക്കുള്ള, അങ്ങനല്ല, ഞമ്മക്കുള്ളതാ. ഈ പറഞ്ഞൊക്കെ അമ്മക്കുള്ളതാണ്. എന്റെ ജീവിതത്തിൽ ഇല്ലേ, അൽഹംദുലില്ലാ, ഉണ്ടോ തിരുത്താ. എന്തിനാ അയാൾ അങ്ങനെ പറഞ്ഞു? എന്റെ വേഷം അയാൾ കണ്ടോണ്ടനല്ലേ പറഞ്ഞു, എന്റെ മുഖം അയാൾ കണ്ടോണ്ടനല്ലേ അങ്ങനെ പറഞ്ഞു, അങ്ങനെ വിചാരിക്കണ്ട. ഇത് അമ്മക്കെതിരാണ്. ഞാൻ ഈ പറഞ്ഞത് ആദ്യം എനിക്കെതിരാണ്, പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കെതിരാണ്. ഏത് നമ്മളിൽ ഉണ്ടെങ്കിൽ അള്ളാഹു ഇല്ലാതെ വിശുദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇരിക്കണതൊക്കെ, ഈ കേൾക്കണതൊക്കെ, ഈ പഠിക്കണതൊക്കെ എന്തിനാ? എനിക്ക് സ്വർഗം കിട്ടണം, നമുക്ക് സ്വർഗം കിട്ടണം. വേറൊരു നീയത്തും സംഘടിപ്പിക്കുന്ന സംഘാടകരെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നിരിക്കുന്നവരെ നിങ്ങൾക്കും അള്ളാഹു സ്വർഗം അനുഗ്രഹമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോണ ഒരാളിലും റബ്ബേ പാപത്തിന്റെ കടികൾ അവശേഷിപ്പിക്കാതെ ഇന്നും പെറ്റ കുഞ്ഞിനെ പോലെ വിശുദ്ധരായി നിഷ്കളങ്കരായി നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വീണ്ടും എനിക്ക് ആവർത്തിക്കാനുള്ളതാ. ഇൽമ്, അത് അമല്, ഇൽമ്, അമല്, ദഅവത്ത്, ഇതാണ് മൻഹജ്. ആദ്യം പഠിക്കണതിനൊപ്പം അത് പകർത്തിയത് എന്ത് ചെയ്യുക? പ്രബോധനം ചെയ്യാം. ഈ മനസ്സിലാക്കിയതൊക്കെ മറ്റൊരൊക്കെ പറഞ്ഞു കൊടുക്കാം, നടപ്പിൽ വരുത്താൻ ശ്രമിക്കാം. മനസ്സിലായില്ലേ? കേബിൾ ഡിസ്കണക്ട് ചെയ്യാം, രക്ഷിതാക്കൾ വിചാരിച്ചാൽ നടക്കും. വീടുവലി ഇല്ലാതാക്കാം, രക്ഷിതാക്കൾ വിചാരിച്ച് നടക്കും. സിനിമയും സംഗീതവും നാടകവും സീരിയലും ഇല്ലാതാക്കാം, രക്ഷിതാക്കളെ നിങ്ങൾ വിചാരിച്ച് നടക്കും. നിങ്ങളുടെ ബാധ്യത യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ആയത്തിന്റെ തഫ്സീർ എന്താ? അല്ലിമൂഹും വഅദ്ദിബൂഹും. മഹാനായ ഇമാം, ലോകത്തിന്റെ നേതാവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലിമൂഹും, അവരെ കിതാബ് പഠിപ്പിക്കണം, സുന്നത്ത് പഠിപ്പിക്കണം, വഅദ്ദിബൂഹും, അവരെ നിങ്ങൾ ഇസ്ലാമിന്റെ അദബ് പഠിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ അടുത്ത് ഞാൻ 2-3 ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് സദസ്സിൽ ഷെയ്ഖ് അജ്ലാൻ. ഹറമിലെ നമ്മൾ ഹറമിൽ തവാഫ് ചെയ്യുന്നതിന്റെ ഭാഗത്ത് ബാബ് മലിക് അബ്ദുൽ അസീസ്, ബാബു മലിക് ഫഹദ്, ബാബു മലിക് ബാബു ഉംറ, അങ്ങനെ വന്ന് ഈ ഭാഗത്ത് നമ്മളെ റുക്കൂനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ ഇങ്ങനെ കടന്ന് ഇറങ്ങി പോണ ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഈ സൈഡില് ഒരു ഷെയ്ഖ് ഉണ്ട്, വയസ്സായ ഷെയ്ഖ് അജ്ലാൻ. പെട്ടെന്ന് ശബ്ദം കേട്ട ഷെയ്ഖ് സ്വാലിൽ ഫൗസാന തോന്നുന്നു. അദ്ദേഹത്തിന്റെ ദർസ് ഉണ്ടായിരുന്നു, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ സാദുൽ മആദ്. ആ ദർസ് ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ചേരം കേട്ടിരുന്നു. കഴിഞ്ഞ അവിടെ ആ സദസ്സ് പോയിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് ഷെയ്ഖ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഞാൻ ഈ സൈഡിൽ നിന്ന് അദ്ദേഹത്തോട് ഷെയ്ഖ് അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു പ്രത്യേക ശൈലിയും പറഞ്ഞു. അൽഹംദുലില്ലാഹ്. അടുത്ത് നിൽക്കുന്ന ഖാദിമുണ്ട്, അയാളൊരൊറ്റ ചീത്തർച്ചി. മുമ്പ് പോയി സലാം പറയടോ, മുമ്പ് പോയി സലാം പറയും. ഞാൻ സൈഡിൽ നിന്ന് സലാം പറഞ്ഞത് ഇത് ശരിയല്ല. അല്ലിമൂഹും വഅദ്ദിബൂഹും. അദബുണ്ട്, ഇസ്ലാമിന്റെ ഒരു മര്യാദ ഉണ്ട് സലാം പറയുന്നിടത്ത്.
നമ്മളൊരാളെ വിളിച്ച സലാം പറഞ്ഞ തിരിയാനും കൂടി നേരല്ല, ആരാ നോക്കാനും കൂടി നേരല്ല. അതബില്ല. രക്ഷിതാക്കളെ അതബ് പഠിപ്പിക്കണോ, ഇൽമുണ്ടാകണം. ഇതിന് ഇസ്ലാമിന്റെ ഇൽമ്, ദീന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ചർച്ചയിൽ നമുക്ക്. എന്താ ഇൽമ്, എന്താ അതബ്? നമുക്കൊന്നും അതബില്ല. ഞാൻ പോയി ഇത് ദീനിന്റെ അതബ് എനിക്കറിയില്ല. നമ്മളറിയാത്തത്ര അതബുണ്ടറിയോ പണ്ഡിതന്മാരും ദായിമാരി അവസ്ഥയപ്പത്. അപ്പൊ സാധാരണക്കാരായ അവസ്ഥ എന്താ? അള്ളാഹു കാദ്രക്ഷിക്കുമാറാവട്ടെ. മുമ്പ് ചെന്നൊരു സലാം പറയാൻ, ബാക്കിൽ സലാം പറയല്ലേ, അതബല്ല, മര്യാദല്ല. പക്ഷെ അയാള് സലാം, അത് മൂപ്പര മര്യാദ. വിഷയങ്ങൾ പഠിക്കണം. ഒന്നാം വാള്യത്തിന് 82 ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ വിശദീകരിച്ചത്. ഈ ആയത്ത് തഫ്സീർ 8ഓളം കൊടുക്കുന്നു. അത്ഭുതം തോന്നും നമ്മളെ തഫ്സീർ വായിച്ച. നമ്മൾ പഠിക്കണം. അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. പടച്ച റബ്ബ് ഈ നിമിഷം വരെ കൂടിയതും കേട്ടതും പറഞ്ഞതും നമ്മിൽ നിന്ന് സ്വർഗരാജ്യത്തിന് അർഹമായ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ സർവ്വ പാപങ്ങളെയും പുറത്ത് വിട്ടുപുറത്ത്